കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ എന്ന് പറയപ്പെടുന്നത്. ദി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. രജിസ്ട്രാർ ഓഫീസാണ് ജവഹർ സഹകരണ ഭവൻ, തിരുവനന്തപുരം. ജവഹർ സഹകരണ ഭവൻ തിരുവനന്തപുരമാണ് കേരളത്തിലെ സഹകരണ സംഘം രജിസ്ട്രാറുടെ ഓഫീസ്. ദി കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ, ദി ഹെഡ് ഓഫ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള. ദി ഫസ്റ്റ് കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരള പി ശിവരാമ പിള്ള. കേരളത്തിലെ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ആണ് പി ശിവരാമ പിള്ള. ദി ഫസ്റ്റ് കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ ട്രാവൻകൂർ സി ഗോവിന്ദപിള്ള. സി ഗോവിന്ദപിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ആണ് സി ഗോവിന്ദപിള്ള. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ പി ശിവരാമ പിള്ള. ഫസ്റ്റ് വുമൺ കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരള മിനി മാത്യു. ഫസ്റ്റ് വുമൺ കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരളയാണ് മിനി മാത്യു. ഫസ്റ്റ് IAS കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരള കെ നാരായണൻ. കെ നാരായണനാണ് കേരളത്തിലെ IAS കാരനായ ആദ്യ കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ആണ് കെ നാരായണൻ. ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി ആൻ IAS ഓഫീസർ റെക്കമെൻഡഡ് ബൈ VL മേത്ത കമ്മിറ്റി. VL മേത്ത കമ്മിറ്റി ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് സഹകരണ സംഘം രജിസ്ട്രാർ ഒരു IAS കാരനായിരിക്കണമെന്ന്. സഹകരണ സംഘം രജിസ്ട്രാർ ഒരു IAS കാരനായിരിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് VL മേത്ത കമ്മിറ്റി. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ IAS കാരനായ സഹകരണ സംഘം രജിസ്ട്രാർ ആണ് കെ നാരായണൻ. ഓക്കെ, ഫസ്റ്റ് കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ ട്രാവൻകൂർ സി ഗോവിന്ദപിള്ള. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരള പി ശിവരാമപിള്ള. ഫസ്റ്റ് വുമൺ കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരള മിനി മാത്യു. ഫസ്റ്റ് IAS കോഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരള കെ നാരായണൻ.